സെക്ഷൻ 13 പ്രകാരം കടങ്ങൾ എഴുതി തള്ളാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവകാശം മേപ്പാടിയിലെ പാവപ്പെട്ട മനുഷ്യർക്ക് നിഷേധിച്ചത് ഇതുപോലെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടോ? കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമപ്രകാരം ദുരന്ത നിവാരണ അതോറിറ്റി ഒറ്റവരി പ്രമേയമെടുത്താൽ ദേശീയ തലത്തിലുള്ള ദേശസാൽകൃത ബാങ്കുകൾ മേപ്പാടി പഞ്ചായത്തിലെ പഴയ 10, 11, 12 വാർഡുകൾ ഇപ്പോൾ 9, 10, 11 വാർഡുകളിൽ താമസിക്കുന്ന ഇരകളാക്കപ്പെട്ട ദുരന്ത ബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളാനുള്ള അവസരമുണ്ടായിട്ടും ആ സെക്ഷൻ തന്നെ പിൻവലിച്ചതുൾപ്പെടെ കേരളത്തിനോട് നടത്തുന്ന ഒരു ദ്രോഹ നടപടികളെക്കുറിച്ചും ഞങ്ങൾ എത്രയോ ഘട്ടത്തിൽ പറഞ്ഞതാണ്. കേരളത്തിൻ്റെ കടുത്ത എതിരഭിപ്രായം അതുകൂടി പ്രകടിപ്പിക്കാൻ മാധ്യമങ്ങൾ കൂടി അവസരം ഉണ്ടാക്കണം എന്നുകൂടി നിങ്ങളോട് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുന്നു. 9,000 രൂപയുടെ കാര്യത്തിൽ ഇപ്പോൾ ഡിസംബറിൽ അത് അവസാനിച്ചു, അതുവരെയായിരുന്നു ഉത്തരവുണ്ടായിരുന്നത്. പക്ഷേ ആളുകൾ സ്വാഭാവികമായിട്ടും അത് വീണ്ടും നീട്ടിത്തരുമെന്നാണ് പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ അവർ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടു. പക്ഷേ ഉദ്യോഗസ്ഥർ നൽകിയ മറുപടി എന്ന് പറയുന്നത് ഈ സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരമുള്ള ഈ പണം 9,000 രൂപ വിതരണം ചെയ്ത് നിർത്തി, അത് പുതിയ ഉത്തരവ് വന്നിട്ടില്ല, അതുകൊണ്ട് ഇനി തരാൻ കഴിയില്ല എന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ ഉത്തരവ് ഇറക്കുകയും ജനുവരിയിൽ തന്നെ, അതായത് ആദ്യം ജനുവരി ഫസ്റ്റ് വീക്കിൽ തന്നെയാണ് സാധാരണ ഇതിൽ അവർക്ക് കിട്ടേണ്ടത്. ആ സമയത്ത് തന്നെ അതിനുള്ള തീരുമാനം നടപടി ഉണ്ടാവുകയാണ്. വാർത്തയുടെ ഉറവിടങ്ങൾ ഏതാണ്ട് ക്ലിയർ ആവുകയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എത്ര ആരോപണങ്ങൾ ഉണ്ടായാലും സർക്കാർ ഇറക്കേണ്ട നടപടിക്രമങ്ങൾ ജനുവരി മാസത്തിൽ കൊടുക്കുന്നതിന് ഡിസംബർ മാസത്തിൽ ഇനി പറയണോ? ജനുവരി മാസം കൊടുക്കില്ല എന്ന് ഏത് ഗവൺമെൻറ് ഭാഗമാണ് പറഞ്ഞിട്ടുള്ളത്? ചെന്ന് ചോദിച്ച ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ടോ ധാരണ പശു കൊണ്ടോ ജിയോ കാണാത്തതുകൊണ്ടോ എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു ഗവൺമെൻറ്റിൻ്റെ തീരുമാനമായി കരുതരുത്. ഇനി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഞാൻ പറയട്ടെ, ഏതെങ്കിലും സംശയങ്ങൾ ആ കാര്യത്തിലുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ കാലം വരെ എന്നോട് ചോദിച്ചാൽ സ്വകാര്യമായും നേരിട്ടും ആ കാര്യത്തിൽ മറുപടി പറയാൻ ഒരു പ്രയാസവുമില്ല. ജനുവരി മാസത്തിൽ മാത്രമല്ല, വീട് കൈമാറി അവരിങ്ങോട്ട് കയറും വരെ അർഹരായിട്ടുള്ള മുഴുവൻ പേർക്കും ആ പണം കൊടുത്തുകൊണ്ട് ഫെബ്രുവരി മാസം നമുക്ക് ആദ്യഘട്ടം പൂർത്തീകരിച്ച് ആയത് പൂർണ്ണമായിട്ടും തുറന്നു കൊടുക്കാൻ പറ്റും. അതങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇപ്പം നമ്മളത് തീരുമാനിച്ചിട്ടില്ല. നമ്മളിപ്പോൾ അതിവേഗത്തിൽ പോകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത്രയേറെ വീടുകളുടെ 289 വീടുകളുടെ വാർപ്പ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്ലാസ്റ്ററിങ്, അതിൻ്റെ മറ്റു കാര്യങ്ങൾ, അതിൻ്റെ പിന്നെ പെയിൻറ്റിങ്, അതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കണം. എന്തായാലും ഒരു സ്കെൽറ്റൻ നിർത്തിയ ആളുകൾക്ക് കൊടുക്കില്ല. നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് താക്കോല് കൊടുക്കൂ. മാത്രമല്ല 20 വർഷക്കാലത്തെ ലൈബിലിറ്റിയുള്ള അല്ലെങ്കിൽ ഗ്യാരണ്ടിയുള്ള ഉപകരണങ്ങളാണ് അതിൽ വരേണ്ടത്. DLC ഉണ്ട്. ആ ലൈബിലിറ്റി പീരീഡ് 5 വർഷമാണ്. ആ 5 വർഷത്തെ പീരീഡ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് പൂർത്തീകരിച്ചേ താക്കോൽ കൊടുക്കുള്ളൂ. ആ താക്കോൽ ഫെബ്രുവരി മാസത്തിൽ തന്നെ കൊടുത്ത ആദ്യഘട്ട ഉദ്ഘാടനവും അതിൻ്റെ കൈമാറ്റവും ഇവിടെ നിർവഹിക്കും. അതായത് ഫെബ്രുവരിയിൽ നമുക്ക് അവർക്ക് താമസിക്കാനുള്ള യോഗ്യതയുള്ള രീതിയിലായിരിക്കും, അവർക്ക് അന്ന് മുതൽ താമസിക്കാൻ കഴിയുന്ന രീതിയിൽ പിന്നെ അന്ന് മുതൽ തന്നെ താമസിക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഉള്ള വീടുകളാണ് കൊടുക്കുക. ഞാൻ ഉറക്കെ ചിരിച്ചു എന്ന് കൂട്ടുക. കണക്കൊക്കെ എല്ലാവർക്കും വ്യക്തമല്ലേ? ഈ വീട് പണിയുന്നതിൽ എത്ര പണമാണ് കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞോട്ടെ. വിഴിഞ്ഞത്ത് ഒരു പൈസയും കേന്ദ്ര ഗവൺമെൻറ് തരാതെയും പ്രധാനമന്ത്രിയെ ക്ഷണിച്ചല്ലോ. ക്ഷണിക്കണമെങ്കിൽ വിരോധമൊന്നുമില്ല. ക്ഷണിക്കണം എന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി, അല്ലാതെ തരാത്ത കാശിൻ്റെ കണക്ക് പറയണ്ട. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, സാസ്കി ഫണ്ട് തിരിച്ചു കൊടുക്കാനുള്ള കാശ് ആരെങ്കിലും തന്നതായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുമോ? എന്നാൽ സാസ്കി ഫണ്ടായി തന്ന കാശ് ഇനി കേന്ദ്രത്തിന് തിരിച്ചു തരണ്ട എന്ന് പറഞ്ഞോട്ടെ, നമ്മളത് വരവ് വയ്ക്കാം. കൊടുക്കാനുള്ള പണം കടം ഒരു ധനമല്ല എന്ന് പഴയ ആളുകൾ പറയും. കടമായിട്ട് കാശ് തന്നിട്ട് ആ കടം അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ വീട് പണിതൊക്കെ കാത്തലിക് സിറിയൻ ബാങ്കിൻ്റെ മാനേജരും സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ മാനേജരും ഉദ്ഘാടനം ചെയ്യേണ്ടി വരില്ലേ? കടം തന്നു എന്നുള്ളത് ഒരു കഥയല്ല. PDNAയിൽ 269 കോടി രൂപ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഈ നഗരത്തിലെ വീടുകളിൽ വേണമെങ്കിൽ ഒരു ചെറിയ ശതമാനം വേണമെങ്കിൽ അതിൽ കൂട്ടിക്കാണും എന്നല്ലാതെ വീടുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു ഫണ്ടും സാസ്കിയിലൂടെ തരുന്നത് ഒരു കടമാണ്. അതും വീട് നിർമ്മാണത്തിനല്ല ഉപയോഗിക്കുന്നത്. അകത്തെ ഫെസിലിറ്റീസ്, റോഡ്, മറ്റാവശ്യങ്ങൾ, ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിനുവേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ വരട്ടെ. ആളുകളുടെ കാര്യത്തിൽ ഒരു ജാഗ്രതയുണ്ട്. പദ്ധതി കഴിയാനാവുമ്പോൾ ക്രെഡിറ്റ് അടിക്കാനാണോ BJP ശ്രമിക്കുന്നത്? ഞാൻ അങ്ങനെ പറയുന്നില്ല. ആരടിച്ചാലും കേരളത്തിലെയും കൽപ്പറ്റയിലും ജനങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾക്ക് ഇതിൻ്റെ ക്രെഡിറ്റ് വേണ്ട. ആളുകളെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ആളുകളെ അങ്ങ് കൊണ്ട് താമസിപ്പിച്ചാൽ മതി. ഒരു കാര്യത്തിൽ വർദ്ധിത സന്തോഷമാണുള്ളത്. കാരണം ഇതിന് ശേഷം കുറ്റം പറഞ്ഞവരെല്ലാം കൂടി ഇന്നലെ സ്വർണ്ണക്കപ്പ് കണ്ണൂർ കൊണ്ടുപോയെങ്കിലും ഇവിടെ ഈ പണി നന്നായി നടക്കുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു A ഗ്രേഡ് കേരളത്തിലെ ഗവൺമെൻറ്റിന് തന്നതിന്
നല്ല നമസ്കാരം ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുകയാണ്.